നവരത്ന സെൻട്രൽ പബ്ലിക് സെക്ടർ കമ്പനിയായ റിട്സ് ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് തസ്തികയിലേക്ക് ഇപ്പോൾ പുതിയൊരു നോട്ടിഫിക്കേഷൻ റിലീസ് ചെയ്തിട്ടുണ്ട്. റിട്സ് എന്നത് റെയിൽവേ മന്ത്രാലയത്തിന് കീഴിലുള്ള ഒരു പൊതുമേഖലാ സ്ഥാപനമാണ്. മികച്ച പ്രകടനം കാഴ്ചവെക്കുന്ന സർക്കാർ കമ്പനികൾക്കാണ് നവരത്ന പദവി നൽകുന്നത്. ഇനി നമുക്ക് വേക്കൻസി, ഏജ് ലിമിറ്റ്, ലാസ്റ്റ് ഡേറ്റ്, ക്വാളിഫിക്കേഷൻ, അപ്ലൈ ചെയ്യുന്ന രീതി, സാലറി ലിമിറ്റ് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പൂർണ്ണമായി നോക്കാം. നിലവിൽ അസിസ്റ്റന്റ് തസ്തികയിലേക്കാണ് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. ടോട്ടൽ 15 വേക്കൻസിയാണുള്ളത്. UR കാറ്റഗറിക്ക് 8 വേക്കൻസി, EWSന് 2 വേക്കൻസി, OBCക്ക് 1 വേക്കൻസി, STക്ക് 3 വേക്കൻസി, SCക്ക് 3 വേക്കൻസി, STക്ക് 1 വേക്കൻസി എന്നിവയാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അപ്പർ ഏജ് ലിമിറ്റ് 30 വയസ്സാണ്. അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി 27/4/2027 ആണ്. ഇതിൽ പറയുന്ന ക്വാളിഫിക്കേഷൻ ഒരു അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഡിഗ്രിയാണ് പറഞ്ഞിരിക്കുന്നത്. മറ്റ് എക്സ്പീരിയൻസുകളൊന്നും ആവശ്യമില്ല. UR EWS കാൻഡിഡേറ്റിന് ഡിഗ്രിയിൽ മിനിമം 50% മാർക്ക് ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ SC ST OBC NCL PWD കാൻഡിഡേറ്റിന് 45% മാർക്ക് ഉണ്ടായിരിക്കണം. ഇത് സെലക്ഷൻ പ്രോസസ്സ് 125 ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ്. 2.5 മണിക്കൂറാണ് എക്സാം ടൈം. ഇവിടെ നെഗറ്റീവ് മാർക്ക് സിസ്റ്റം ഇല്ല. അതായത് റോങ് ആൻസർ എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ മാർക്ക് ഡിഡക്റ്റ് ചെയ്യുന്നില്ല. PWD കാറ്റഗറിക്ക് എക്സ്ട്രാ ഒരു 50 മിനിറ്റും കൂടെ പരീക്ഷയ്ക്ക് ലഭിക്കും. UR EWSന് എക്സാമിന് 50% മാർക്ക് പാസ് കിട്ടിയിരിക്കണം. SC ST OBC NCL കാറ്റഗറിക്ക് 45% മാർക്ക് എക്സാമിനുണ്ടായിരിക്കണം. എക്സാം പാസ്സായവർ കൊടുത്ത വിവരങ്ങൾ ശരിയാണോ എന്ന് പരിശോധിക്കാനായിട്ട് സർട്ടിഫിക്കറ്റ്, മറ്റു രേഖകളെല്ലാം തന്നെ കൃത്യസമയത്ത് സമർപ്പിക്കണം. അതാണ് ഡോക്യുമെൻ്റ് സ്ക്രൂട്ടണി എന്ന് പറയുന്നത്. ഈ തസ്തികയിലേക്ക് തിരഞ്ഞെടുപ്പ് നടക്കുന്നത് പൂർണ്ണമായും എക്സാമിൻ്റെ ബേസിലാണ്. ഇൻ്റർവ്യൂവോ മറ്റ് കാര്യങ്ങളോ തന്നെ ഇതിൻ്റെ തിരഞ്ഞെടുപ്പിൽ യാതൊരു രീതിയിലും അഫക്റ്റ് ചെയ്യുന്നില്ല. എക്സാം നടത്തുന്നത്, ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ പൂർണ്ണമായും നിശ്ചയിക്കാനുള്ള ഡിസ്ക്രിപ്ഷൻ RTIലെ റീജിയണൽ ഓഫീസർക്കായിരിക്കും. മറ്റെല്ലാ തസ്തികയിൽ പോലെ തന്നെ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യാനും ഏജ് റിലാക്സേഷൻസ് ഉണ്ട്. SC ST കാറ്റഗറിക്ക് 5 വർഷത്തെയും OBC NCL കാറ്റഗറിക്ക് 3 വർഷത്തെയും PWD കാറ്റഗറിക്ക് 10 വർഷത്തെ ഏജ് റിലാക്സേഷൻ ഉണ്ട്. ഈ തസ്തികയിലേക്കുള്ള നിയമനം 1 വർഷത്തെ പ്രൊബേഷണൽ പീരീഡ് ആയിരിക്കും. അതിനുശേഷമായിരിക്കും സ്ഥിരപ്പെടുത്തുക. കമ്പനിയുടെ റിക്രൂട്ട്മെൻറ്റ് അനുസരിച്ച് ഇന്ത്യയിലോ വിദേശത്തോ ഏത് ഭാഗത്തേക്കും നമുക്ക് പോസ്റ്റിംഗ് കിട്ടാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി അസിസ്റ്റൻറ്റ് തസ്തികയിലേക്കുള്ള സാലറി സ്കെയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 20,000 മുതൽ 66,000 രൂപ വരെയാണ്. അപേക്ഷ സമർപ്പിക്കാൻ വേണ്ടി ജനറൽ OBC കാൻഡിഡേറ്റിന് 300 രൂപയും EWS SC ST PWD കാൻഡിഡേറ്റിന് 100 രൂപയുമാണ് പറഞ്ഞിരിക്കുന്നത്. റിട്ടൺ ടെസ്റ്റ് നടക്കുന്നത് ഇന്ത്യയിലെ ഡിഫറൻറ്റ് 14 ലൊക്കേഷൻസ് വെച്ചിട്ടാണ്. കേരളത്തിൽ എക്സാം സെൻറ്റർ ഉണ്ട്. കേരളത്തിൽ തിരുവനന്തപുരത്താണ് എക്സാം സെൻറ്റർ നിലവിൽ കൊടുത്തിട്ടുള്ളത്. അപേക്ഷ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്നവർ റിട്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപേക്ഷ സമർപ്പിക്കുമ്പോൾ കൊടുക്കേണ്ട സർട്ടിഫിക്കറ്റ്, OBC SC ST സർട്ടിഫിക്കറ്റിൻ്റെ ഫോർമാറ്റുകൾ നോട്ടിഫിക്കേഷനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അതായത് SC STൻ്റെ കാസ്റ്റ് സർട്ടിഫിക്കറ്റാണ്. അടുത്തത് OBC സർട്ടിഫിക്കറ്റ് ഫോർമാറ്റാണ്. പിന്നെ ഒരു ഡിക്ലറേഷൻ ഫോം നമ്മുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനോടൊപ്പം ചേർത്തിട്ടുണ്ട്. അപേക്ഷിക്കാൻ താല്പര്യപ്പെടുന്നവർ ഉറപ്പായും ലാസ്റ്റ് ഡേറ്റിന് മുമ്പാകെ തന്നെ റിട്സിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് മുഖേന അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലോ കമൻറ്റ് ബോക്സിലോ നൽകാം. താങ്ക് യു.